സുരേഷ് സാർ, നമസ്കാരം. 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 ആസാമിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വളരെ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതുവരെയുള്ള അവിടുത്തെ ഭരണകൂടങ്ങൾ മടിച്ചു നിന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ ഭരണകൂടം, അതായത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എടുക്കുന്നു എന്നതാണ് നമ്മളൊക്കെ അറിയുന്ന കാര്യങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസം അവിടെയുള്ള ഒരു മുസ്ലിം വിവാഹ നിയമവുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ അവിടുത്തെ ഗാസിമാർ മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരാ, പകരം ഗവൺമെൻറ്റിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമം അവിടെ പാസ്സാക്കിയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുവഴി അവിടെയുള്ള മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം കൃത്യമായി സർക്കാരിന് അറിയാൻ കഴിയുന്ന രീതിയിൽ, ബാലവിവാഹങ്ങൾ തടയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അവിടെ വരും എന്നുള്ള ഒരു വലിയ നേട്ടം അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു വലിയ ഒരു തീരുമാനം പുറത്തു വരികയാണ്. കാരണം ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടുത്തെ MLA മാർക്ക്, അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആളുകൾക്ക്, നിയമസഭാ പ്രതിനിധികൾക്ക് അവിടെ ഈ നിസ്കരിക്കാനുള്ള സമയം, അല്ലെങ്കിൽ അവരുടെ പള്ളിയിൽ പോകാനുള്ള പള്ളിയിൽ പോകാനുള്ള ഒരു ഒരു സമയം കൊടുത്തിരുന്നു. ആ ഒരു സമയം ഇനി മുതൽ എടുത്തു കളയുകയാണ് എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുള്ള സ്പീക്കറാണ് അത് പറഞ്ഞത്, അതിന് തീരുമാനമെടുത്തത്. പക്ഷേ സർക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. അവിടെ അത് പറയുന്നതിന് മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പ്രതികരണമായിട്ട് ഞാൻ വായിച്ചത്, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ തന്നെയാണെന്ന് തോന്നുന്നു, എല്ലാവരും, അതായത് സെക്കുലറിസത്തിൽ, മതേതരത്വത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ പങ്കാണുള്ളത്. ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ഒരു ആരാധനാ സമയം അങ്ങനെ നീക്കി വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അവിടെ അത് പ്രത്യേകിച്ചൊരു നിയമനിർമ്മാണ സഭ നടക്കുന്ന സമയത്ത് ആ നിയമനിർമ്മാണ സഭ കൃത്യമായി അത് കഴിയുന്നത് വരെ പോകും, അല്ലാതെ ഒരു പ്രത്യേക ഇളവൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതിനെതിരെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുമുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു തീരുമാനം എങ്ങനെയായിരിക്കും ആസാമിനെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ബാധിക്കാൻ പോകുന്നത്? ഈ പറഞ്ഞ ഈ റെസൊല്യൂഷൻ പാസ് ചെയ്തത് ഒരു മുസ്ലിം ലെജിസ്ലേറ്ററാണ്. AIUDF, നമുക്കറിയാലോ, ബദ്രുദ്ദീൻ കമാലിന്റെ AIUDF എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ വന്ന മുസ്ലിംസിന്റെ ഒരു പാർട്ടി ഉണ്ട് അവിടെ. അവര് BJP-യുടെ അപ്പോഴും അവർ കോൺടെസ്റ്റ് ചെയ്യുന്ന പാർട്ടിയാണ്. ഈ റെസൊല്യൂഷൻ മൂവ് ചെയ്ത് അവരാണ്, അല്ലാണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കൗതുകമായിട്ട് തോന്നുന്നത്. ബിക്കോസ് നമുക്ക് BJP-ക്കാർ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാമോ BJP-ക്കാർ ചെയ്താണെന്നല്ല. ഇത് റെസൊല്യൂഷൻ പാസ് ചെയ്തത് AIUDF ലെജിസ്ലേറ്റർ അമീനുൽ ഇസ്ലാം പറയണത് നമുക്ക് ഈ പരിപാടി ഇനി വേണ്ട, ഈ വെള്ളിയാഴ്ച ദിവസം ജുമ്മയ്ക്ക് പോകണ ഈ പരിപാടി വേണ്ട, നമുക്ക് നിർത്തിവെക്കാം, പോണവർ പൊക്കോട്ടെ, പക്ഷെ അസംബ്ലി സെഷനിലുള്ളപ്പോൾ ഈ പരിപാടി നിർത്തണം. ഇത് ആക്ച്വലി കാലത്ത് 9:30 അവിടുത്തെ ഹൗസ് മീറ്റ് ചെയ്യുമ്പോൾ 9:30 തൊട്ട് 1:30 വരെ ഇരിക്കും, 1:30-2 മണി വരെ വിത്തൗട്ട് എ ബ്രേക്ക്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി ഒരു ഫ്രൈഡേ ദിവസമായിരുന്നു ഇതിന്റെ ഒരു ബ്രേക്ക് കൊടുക്കുന്നത്. നോർമൽ അങ്ങനെയാണ്, 9:30 തൊട്ട് 2 മണി വരെയാണ് അസാം അസംബ്ലി സെഷൻ ഉണ്ടാവുക. പക്ഷെ വെള്ളിയാഴ്ച ദിവസം 11:30 തൊട്ട് 1 മണി വരെ ഈ പ്രൊസീഡിങ്സ് നിർത്തിവെക്കും. അത് ഈ പറഞ്ഞ മാതിരി സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്രിയേറ്റ് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു പരിപാടിയാണ്. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. പക്ഷെ ഇതിന്റെ ഒരു തുടക്കം എപ്പോഴാന്ന് പറഞ്ഞാൽ 1937-ലാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് പറഞ്ഞതിന് മുമ്പ് തന്നെ അന്നത്തെ അവിടുത്തെ ഒരു അസംബ്ലി എന്ന് പറയാൻ പറ്റുക, അവിടുത്തെ ഒരു ലെജിസ്ലേറ്റർ ഉണ്ടായിരുന്നു. അതില് 1937-ലാണ് ഈ പരിപാടി കൊണ്ടത്. ഈ ജുമ്മയ്ക്ക് ഈ പറഞ്ഞ മാതിരി 2 മണിക്കൂർ 3 മണിക്കൂർ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ പ്രാക്ടീസ് തുടങ്ങി വെച്ചത് സയ്യദ് സദാഉള്ള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുസ്ലിം ലീഗുകാരനാണ്. 1937 അത് മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗ്, പണ്ടത്തെ മുസ്ലിം ലീഗ്, അതായത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് അല്ലേ സർ? കറക്റ്റ്, മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗ്, അവരാണ് ഇത് തുടങ്ങി വെച്ചത്. പക്ഷെ ഇത് വിഡ്രോ ചെയ്യാൻ പ്രപ്പോസൽ കൊണ്ടത് AIDF-ന്റെ ഒരു MLA ആണ്. AIDF പാർട്ടിയാണ്, മുസ്ലിമുകളുടെ പാർട്ടിയാണ്. അവരെന്നെ കൊണ്ടുവന്നത് ഇതൊരു അടി ഉണ്ടാവാൻ കാരണം BJP-ക്കാർ കൊണ്ടുവന്നു പറഞ്ഞാൽ BJP-ക്കാർ അത് ചെയ്തു, പക്ഷെ ഇത് തുടങ്ങി വെച്ചതും നിർത്തിവെച്ചതും 2 മുസ്ലിംസാണ്. അതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇപ്പൊ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സിൽ റിമൂവ് ചെയ്യാൻ പറഞ്ഞ, അസംബ്ലിയിൽ നിന്ന് മാറ്റാൻ പറഞ്ഞ് സ്പീക്കർ യുനാനിമസ്ലി പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട, നമുക്ക് എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് പാസ് ആയിക്കട്ടെ അസംബ്ലി. ഒരൊറ്റ എതിർപ്പില്ല, കോൺഗ്രസ്സുകാരും എതിർത്തില്ല, ആരും എതിർത്തില്ല. അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് ആരെങ്കിലും പ്രാധാന്യമായിട്ട് തോന്നുന്നത്. കാരണം മുസ്ലിം ലീഗ് കൊണ്ടുവന്ന ഒരു കാര്യത്തെ മറ്റൊരു മുസ്ലിം പാർട്ടി തന്നെ
അതിനി നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു സർക്കാരിലേക്ക് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുക്കുമ്പോൾ അത് എന്താണ്, ഒരു പ്രതിപക്ഷ പാർട്ടി പോലും അതിനെ എതിർക്കാതെ അത് അവിടെ പാസ്സാക്കപ്പെടുന്നു എന്നുള്ളതാണ്. BJP കൊണ്ടുവരികയാണെങ്കിൽ അത് വർഗീയ നേട്ടത്തിന് വേണ്ടി മറ്റുള്ള മതങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്ന് പറയാം. പക്ഷേ ഇതൊരു മുസ്ലിം പാർട്ടി തന്നെ കൊണ്ടുവരുമ്പോൾ ആ ഒരു അജണ്ടകൾ മറ്റൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം തന്നെ അവിടെ അവസാനിക്കുന്നു എന്നല്ലേ സാർ? കറക്റ്റ്. നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കാര്യം നോക്കാം. കേരളത്തിൽ മാത്രമല്ല കുറേ സ്റ്റേറ്റ്സിലുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം ഗവൺമെൻറ് എംപ്ലോയീസിന് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സമയം കൊടുക്കും. അതേമാതിരി സ്കൂളും കോളേജും നമ്മൾ കണ്ട് നമ്മുടെ നാട്ടിലടുത്ത് തന്നെ കുറച്ച് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടെ ചെറുതായിട്ട് അടിയൊക്കെ ഉണ്ടായി. അവിടെ ഇതിനെ പറ്റിയിട്ടുള്ള സബ്ജക്റ്റിനെ പറ്റി ഞങ്ങൾക്ക് നിസ്കരിക്കാൻ റൂം വേണം, അത് വേണം. അപ്പൊ അവരടുത്ത് പള്ളിയുണ്ട്, നിങ്ങൾ അവിടെ പൊക്കണം, നിങ്ങൾക്ക് സമയം തരാം, ഇതും പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ് മെയിൻ ആയിട്ടുള്ളത്, ഈ ഒരു സെക്യുലറിസം എന്ന് പറയുന്നത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് അസ്സാമിലാണ്. ഈ പറഞ്ഞ മാതിരി കാസിമാരുടെ ഒരു ഇത് കൊണ്ടുവന്ന് റൂള് കൊണ്ടുവന്ന് ഗവൺമെന്റ് ഓഫ് അസ്സാം കൊണ്ടുവന്നു. അത് ഇന്നലെ റെസൊല്യൂഷൻ പാസ്സായി, അത് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാസ്സാക്കിയ റെസൊല്യൂഷൻ. അതിലെന്താ പറയുന്നത്, രജിസ്ട്രേഷൻ ഓഫ് മാരേജ് ആൻഡ് ഡിവോഴ്സ് ഓഫ് മുസ്ലിം പീപ്പിൾ, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങളുടെ കല്യാണം, നിങ്ങൾ നിക്കാഹ് നടത്തുന്ന എല്ലാം നിങ്ങളുടെ പ്രൊസീജിയർമാർ നടത്തിക്കോളാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി കമ്പൽസറി രജിസ്ട്രേഷൻ, കല്യാണം കഴിഞ്ഞ രജിസ്ട്രേഷൻ ഗവൺമെന്റ് ചെയ്യണം. ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന, കുട്ടിയുടെ ഏജ് എത്രയാണ്, വയസ്സ് എത്രയാണ്, പയ്യന്റെ വയസ്സ് എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു ഇത്. അവിടെ കുറെ ഈ പറഞ്ഞ ചൈൽഡ് മാരേജസ് കുറെ നടക്കാറുണ്ട്. അത് ഈ കാസിമാരാ നടത്താറുണ്ട്. അത് ഇതിന്റെ കൂടെ നിർത്തും. അത് ഇത് കഴിഞ്ഞ് ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ കൂടി വായിക്കുമ്പോഴാണ് നമ്മൾ ഇത് അറിയേണ്ടത്. അത് ശരിക്കും ഹിമന്ത ബിശ്വ ശർമ്മ കൊണ്ടുവന്നപ്പോഴും അവിടുത്തെ ആരും മേജറായിട്ട് ആരും ഒബ്ജക്ട് ചെയ്തിട്ടില്ല, ആരും ഇതിനെ എതിർത്തിട്ടില്ല. ഈവൻ മുസ്ലിം പാർട്ടി അവരും പറഞ്ഞു ശരി, ഇതൊരു രജിസ്ട്രേഷൻ അല്ലേ, ഞങ്ങളുടെ കല്യാണങ്ങൾ ഞങ്ങൾ നടത്തും, ഞങ്ങളുടെ കാസിയുടെ കല്യാണങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ മാതിരി റെസൊല്യൂഷൻ, ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫീസർ, അത് കളക്ടറോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി രജിസ്ട്രാറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അവിടെ ഏത് പ്രൊസീജിയർ ആണെങ്കിൽ അവിടെ പോയിട്ട് ഇവർ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് വേറൊരു കാര്യം, ഇതില് ഈ പറഞ്ഞവർ 2 വിവാഹം 3 വിവാഹം ചെയ്യുന്ന ആൾക്കാരും പെടും ചിലപ്പോൾ. ബിക്കോസ് ഈ ഡാറ്റാബേസിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എത്ര കല്യാണങ്ങൾ കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ നമ്മളൊരു കേരളം പറയുന്ന സമയത്ത് ഈ ഇന്ത്യയിലൊട്ടാകെ തന്നെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒന്നിലേറെ കല്യാണങ്ങൾ കഴിക്കുകയും അത് ഈ മുത്തലാഖ് പോലെയുള്ള ദുരാചാരങ്ങളിലൂടെ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു വലിച്ചെറിയുന്നത് പോലെ ഉള്ള പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു. മുത്തലാഖ് വിരുദ്ധ ബില്ല് കേന്ദ്ര സർക്കാർ പാസ്സാക്കി. പക്ഷേ ഈ ഒന്നിലേറെ കല്യാണങ്ങൾ കഴിക്കുകയും അതുവഴി ഇപ്പോൾ പല പെൺകുട്ടികളും പല ചൂഷണങ്ങൾക്കും ഇരയാവുന്ന ഒരു കാലഘട്ടത്തിൽ കൃത്യമായ ഡേറ്റ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റാതെ പോകുന്നത്. ഇപ്പോൾ ആസാം നടപ്പിലാക്കിയ ഈ നിയമം മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഒരു മാതൃകയായി എടുത്തുകൊണ്ട് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ആ ഒരു സ്ത്രീപക്ഷത്തേക്ക് കൂടി ചേർന്നുകൊണ്ട് ഇത്തരമൊരു ഡേറ്റാബേസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്. അതായത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, രജിസ്ട്രേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ അത് ഇല്ലാതിരിക്കാം. അത്തരം ഇല്ലാതിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൂടെ അത് വേണം എന്ന് അത് നല്ലതായിരിക്കില്ലേ സാർ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ഒരു ഡിബേറ്റിൽ നമ്മുടെ ABC തന്നെ ഇതിനെപ്പറ്റി ഹൈദരാബാദിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിരുന്നു. ഇവിടെ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. അത് ബേസിക്കലി എന്ത് പറ്റുന്നത്, ആര്യ സമാജ് കല്യാണം നടത്തുകയാണ് ഹൈദരാബാദിൽ. അത് യൂഷ്വലി കാസ്റ്റ് ബേസ്ഡ് ആണ്. കാസ്റ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ആ കാസ്റ്റ് നിന്ന് മാറി വേറൊരു കാസ്റ്റ് പോയി കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർ റിലീജിയസ് കല്യാണം കഴിക്കുമ്പോൾ അവർ ആര്യ സമാജിൽ വന്ന് കല്യാണം നടത്തും. അതൊരു ലീഗൽ ഫോർമാലിറ്റിയാണ്, അവരൊരു റിലീജിയസ് ഫോർമാലിറ്റി. ഇപ്പോൾ ആര്യ സമാജുകാർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയിരുന്നു. നമ്മുടെ ഈ കാസിമാർ ഇഷ്യൂ ചെയ്യണ മാതിരി തന്നെ ആര്യ സമാജ് ഇവരുടെ കല്യാണം നടന്നു, ഇവരുടെ പേര് ഇതാണ്, അച്ഛൻ്റെ പേര് ഇതാണ്, അമ്മയുടെ പേര് ഇതാണ്, അഡ്രസ്സ് ഇതാണെന്ന് ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ ആധാർ കാർഡും അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ അവിടുത്തെ ഒരു കോടതിയിൽ അങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ ഇത് ലീഗൽ ആണോ എന്ന് ചോദിച്ചു വന്നപ്പോഴാണ് കോടതി പറഞ്ഞത് കല്യാണം നിങ്ങൾ നടത്തിക്കോ, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഈ ആര്യസമാന സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ പോയി രജിസ്ട്രാറിന്റെ ഓഫീസിൽ പോയി ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യണം. ഇത് സർട്ടിഫിക്കറ്റ് മാത്രമാണ്, രജിസ്ട്രേഷൻ അല്ല. ഈ പ്രോബ്ലം എവിടെ വാല്യൂ ഇല്ല. ഇപ്പം നാളെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലർ പേര് മാറ്റുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് നെയിം മാറ്റും, ഭർത്താവിന്റെ പേര് ചേർക്കും. അപ്പോഴാണ് ഈ പ്രോബ്ലം വരിക. അപ്പൊ അതിനൊക്കെ നോക്കുമ്പോൾ രജിസ്ട്രാറിന്റെ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്തേ പറ്റും. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ്, ഇതിനെ എതിർക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ തട്ടമിട്ട് നടന്നു, തട്ടം യൂണിഫോമിന്റെ പാർട്ടാണോ, നിസ്കരിക്കണോ കോളേജിൻ്റെ ഉള്ളിൽ സ്കൂളിലുള്ള, അത് വേറെ കാര്യങ്ങളാണ്. പക്ഷെ ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ റിലീജിയനും ഫേവർ ചെയ്യാൻ പാടില്ല.
എല്ലാ റിലീജിയനും ഒന്നായിരിക്കണം എന്നാണ് സെക്യുലറിസം. അല്ലാണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമല്ല സെക്യുലറിസം ഉള്ളത്. അത് നമ്മൾ അതെ അതെ മറക്കരുത്. അതെ എവിടത്തെ ഡെഫിനേഷൻ ഓഫ് അതാണ്. സെക്യുലറിസം എന്താണ്? ഹിന്ദുക്കളുടെ നേരെ എന്തെങ്കിലും കുതിര കയറാൻ പറ്റുമോ? അതാണ് സെക്യുലറിസം. ഹിന്ദുത്വം എന്ന് സാർ പറഞ്ഞാൽ ഇവിടെ അത് കമ്മ്യൂണൽ. സെക്യുലറിസം എന്ന് പറയുമ്പോൾ ആ സെക്യുലറിസം ഹിന്ദുക്കൾക്ക് മാത്രമായി ചുരുക്കപ്പെട്ട ഒരു സംഗതിയായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പല കാര്യങ്ങളിലും ഹിന്ദുക്കൾ മാത്രം മതേതരത്വം സംരക്ഷിക്കുക അല്ലെങ്കിൽ മതേതരത്വം പാലിക്കുക, മറ്റുള്ള ആളുകളൊന്നും തന്നെ ആ ഒരു മതേതരത്വ നിലപാടിലേക്ക് അല്ലെങ്കിൽ സെക്യുലറിസത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ, അതായത് ഈ ഹിന്ദു വിഭാഗങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ തന്നെ മറ്റുള്ള വിഭാഗങ്ങൾ ആ മതേതരത്വ സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നുള്ള ചില നിലപാടുകളും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ഡിക്ഷണറി തുറന്ന് നോക്കിയാൽ മതി. എന്താണ് സെക്യുലറിസം? സെക്യുലറിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഒരു രാഷ്ട്രം, ഭരിക്കുന്ന രാഷ്ട്രം, അവിടെയുള്ള റിലീജിയനും തമ്മിൽ ഒരു കണക്ഷനും പാടില്ല. സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ ഹാവ് നോ കണക്ഷൻ. അതാണ് അതിൻ്റെ. പക്ഷെ നമ്മുടെ അവിടെ കാണുന്നത് നമ്മളെന്താ? ദേവസ്വം ബോർഡ്. ആദ്യം വരുന്ന ദേവസ്വം ബോർഡ്. അപ്പൊ ഈ സെക്യുലറിസം അവിടെ പോയപ്പോൾ ദേവസ്വം ബോർഡ് വന്നപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളുടെ മാത്രം നിങ്ങൾ കയറി ഗവൺമെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് വഖഫ് ബോർഡ് ഉണ്ട്. പക്ഷെ വഖഫ് ബോർഡിന് മേലെ ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടോ? ഇല്ല. മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് എന്തെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കണോ, അല്ലെങ്കിൽ അവരുടെ നേരെ ഫൈൻ അടിക്കണോ, അല്ലെങ്കിൽ അവരുടെ നേരെ എന്തെങ്കിലും ഓർഡർ കൊടുക്കണോ? ഗവൺമെന്റ് പറ്റില്ല. അത് വഖഫ് ബോർഡ് തന്നെ ചെയ്യണം. അതേമാതിരി ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കും. ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ നടക്കുന്നത്? ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ക്രിസ്ത്യൻ പള്ളികളിലും അവരുടെ ലോ ഉണ്ട്. അവരുടെ സ്ഥലങ്ങളാവട്ടെ, അവരുടെ പള്ളി ആവട്ടെ, അവരുടെ ഈ പറഞ്ഞ മാതിരി വേറെ കാശിന്റെ പരിപാടികളാവട്ടെ, ബാങ്ക് അക്കൗണ്ട് ആവട്ടെ, ഓഡിറ്റ് ആവട്ടെ, ഇതൊന്നും സർക്കാർ നോക്കുന്നില്ല. പക്ഷെ അമ്പലങ്ങൾ വരുമ്പോൾ ദേവസ്വം ബോർഡ് വരും. ദേവസ്വം ബോർഡ് ഭരിക്കും. ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർക്ക് ശമ്പളം, അമ്പലം കൊടുക്കണം, കുണ്ടിയുടെ കാശും കൊണ്ട് പോകും ചിലപ്പോൾ. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സെക്യുലറിസം എന്ന് പറയുമ്പോൾ രാഷ്ട്രം, ദാറ്റ് ഈസ് നമ്മുടെ ഒരു രാഷ്ട്രത്തിനും എവിടെയുള്ള ഏത് മതത്തിലും ആ ഗവൺമെന്റ് കൈയിടാൻ പാടില്ല. അതാണ് സെക്യുലറിസം. അല്ലാണ്ട് ഹിന്ദുക്കൾ ജയ് ശ്രീറാം പറഞ്ഞു അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കയറി നിങ്ങൾ ഭരിക്കാനല്ല സെക്യുലറിസം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാര്യം ഹിമന്ത ബിശ്വ ശർമ്മ അല്ല ഇത് ചെയ്തത്. അവിടുത്തെ ഒരു AIUDF ലെജിസ്ലേച്ചറാണ് ചെയ്തതെന്നാണ് എനിക്കിത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാനുള്ളത്. എവിടത്തെ പാർട്ടികളെടുത്ത് ചാടണേന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ മാധ്യമങ്ങൾ കേരളത്തിൽ ചാടണേന് മുമ്പ് കണ്ട BJP-ക്കാർ ചെയ്തു, നിസ്കരിക്കാനുള്ള സമയം എടുത്ത് കളഞ്ഞു അസംബ്ലി. ഇല്ല, അത് AIDF-കാരാണ് ചെയ്തത്. അത് ബംഗ്ലാദേശിൽ നിന്ന് വന്നൊരു അവിടുന്ന് വന്ന ആൾക്കാർ സെറ്റപ്പ് ചെയ്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ബദ്രുദ്ദീൻ കമാലിൻ്റെയാണ്. അവർക്ക് ഓൾമോസ്റ്റ് അവിടെ ഒരു അസ്സാമിലെ ഒരു 24 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. കോൺഗ്രസിനെക്കാട്ടിലും കൂടുതൽ മുസ്ലിം വോട്ട് കിട്ടുന്ന പാർട്ടിയാണ് AIUDF. അവരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു റൂള് മതി. അല്ലെങ്കിൽ നാളെ പറയും ശനിയാഴ്ച ദിവസം ഫോർ എക്സാമ്പിൾ അസംബ്ലി സെഷൻ ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് പറയണോ ശനിയാഴ്ച അല്ല ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. അല്ലെങ്കിൽ ചിലർ പറയും ഹനുമാന്റെ ദിവസം, ഹനുമാന്റെ ഞങ്ങൾ അന്ന് പോകണം. അപ്പോൾ സായിബാബ ഈ പറഞ്ഞൊരു വ്യാഴാഴ്ച വ്രതമാണ്, വ്രതമാണ്, നിങ്ങൾക്ക് അതിന് പോകണം. ഇത് പറഞ്ഞ പിന്നെ നാളെ എവിടെ നിൽക്കും ഇതൊക്കെ? അല്ലെങ്കിൽ സൺഡേ ദിവസം വെച്ചു എന്ന് വെച്ചോളാം. അപ്പൊ നമ്മളവിടെ കണ്ട് ഇലക്ഷൻ വെച്ചപ്പോഴും ചിലർ പോയി പറഞ്ഞിട്ട് സൺഡേ ദിവസം ഒന്നും ഇലക്ഷൻ വെക്കാൻ പാടില്ല, സൺഡേ ദിവസം കൗണ്ടിങ് ചെയ്യാൻ പാടില്ല, എനിക്ക് പള്ളിയിൽ പോകണം. അപ്പൊ ഇതിങ്ങനെ ഓരോ ദിവസം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, ബാക്കി ഒറ്റ ദിവസം നടത്താൻ പറ്റില്ല അസംബ്ലി. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ട്. സോ ഇതൊരു നല്ല മൂവാണ്. ഞാൻ പറയണെങ്കിൽ എവിടത്തെ കേരളത്തിലെ അസംബ്ലിയും കേരളത്തിലെ എവിടെ ഈ പറഞ്ഞ മാതിരി സെക്യുലർ ആയിട്ടുള്ള ഗവൺമെന്റ് ഇത് കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. സാർ അത് പറയുന്ന സമയത്ത് സാർ നേരത്തെ പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക മതപാഠശാലകൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതപാഠശാലകൾക്കൊക്കെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അത് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും, പക്ഷേ ഹൈന്ദവീയമായ ഒരു അതിൻ്റെ ധർമ്മങ്ങളെ പഠിപ്പിക്കുന്ന, അതിൻ്റെ സനാതന സംസ്കാരത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠശാല സർക്കാർ സഹായത്തോടെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഒരു ഗവൺമെൻറ്റിന് സാധിക്കുമോ? അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ അതിന് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ അതിനൊരു എന്തെങ്കിലും വിലക്കുകളുണ്ടോ സർ ഇന്ത്യയിലും കേരളത്തിലും? ഫസ്റ്റ് ഓഫ് ഓൾ ഈ അമ്പലങ്ങൾ ടേക്ക് ഓവർ ചെയ്യണത് എന്തിനാണ്? നമുക്ക് ആദ്യം ആ സബ്ജക്റ്റിലേക്ക് വരാം. ഒരു സർക്കാർ പോയി ഗുരുവായൂരോ കൂടൽമാണിക്കോ അല്ലെങ്കിൽ ഇവൻ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി കൈയിടേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ല അവർക്ക് കൈ അവിടെ ഇടുന്നത്. അവർക്ക് ആ ഒരു റോളില്ല അതിൽ. അത് നടത്താനുള്ള ട്രസ്റ്റ് ഉണ്ട്, ട്രസ്റ്റുകാർ നടത്തിക്കോളും. ഇപ്പോൾ നമ്മൾ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കേസിൽ അവസാനം കണ്ടതാണത്. അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ ഈ പറഞ്ഞ കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ റോയൽ ഫാമിലിക്ക് അധികാരമുണ്ട്, ഒരു കമ്മിറ്റി വയ്ക്കാം, രാജകുടുംബത്തിന് അധികാരമുണ്ട്, അവർ നടത്തിക്കോട്ടെ. അതേമാതിരിയാണ് ബാക്കിയുള്ളത്. ഒരു ട്രസ്റ്റുകാർ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും തീരുമാനം നടത്തി എന്തെങ്കിലും ഇതുണ്ടാക്കി ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിന് ടേക്ക് ഓവർ ചെയ്യാം. പക്ഷേ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്
ടേക്ക് ഓവർ അബ്സല്യൂട്ട് അല്ല. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ടേക്ക് ഓവർ വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ 1-2 കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം ശരിയാക്കി എടുത്ത് ഓഡിറ്റ് എല്ലാം നടത്തി അക്കൗണ്ട്സ് എല്ലാം ക്ലീനപ്പ് ചെയ്ത് എല്ലാവരും പ്രൊസീജിയറും സിസ്റ്റംസ് കൊണ്ടുവന്ന് തിരിച്ച് ഒരു ട്രസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതവിടെ പണ്ടുണ്ടായ ട്രസ്റ്റ് ആവട്ടെ, പുതിയതാവട്ടെ, ഏതാവട്ടെ. പക്ഷെ നിങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ വെച്ചിട്ടിരിക്കാൻ പറ്റില്ല. പെർപെച്യൂറ്റി, ഇൻ പെർപെച്യൂറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സർക്കാർ പറയും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കില്ല, അത് പറ്റില്ല. ഇത് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ആവട്ടെ, നമ്മൾ കൂടൽമാണിക്കാവട്ടെ, നമ്മൾ ഏത് വലിയ ക്ഷേത്രം, മലബാർ ദേവസ്വം അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചിൻ ദേവസ്വം, ഇത് ചാലഞ്ച് ചെയ്യേണ്ടതാണ്. ചാലഞ്ച് ഉണ്ട് ഹൈക്കോടതിയിൽ. ഇവർക്ക് എന്ത് അധികാരമുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഹിന്ദുക്കൾക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ചെയ്യുകയാണെങ്കിൽ എല്ലാ മതങ്ങളിലും ചെയ്യട്ടെ, നിങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷെ ഹിന്ദുക്കൾക്ക് മാത്രം കയറി കാശ് വാരാനുള്ള സ്ഥലമല്ല അമ്പലങ്ങൾ, അത് ഗവൺമെന്റ് കണ്ടുപിടിക്കണം. അതേമാതിരി ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ മാത്രം, ആരാധനാലയങ്ങളിൽ മാത്രമാണ് സർക്കാർ ഇടപെടുന്നത്. മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ നടത്താനും കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ആളുകളെയും കൈനീട്ടി സ്വീകരിച്ച ഹിന്ദു സനാതന ധർമ്മത്തെ അവർക്ക് മാത്രം അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനും അവരുടെ മറ്റു കാര്യങ്ങൾ കൊണ്ടുപോകാനുമുള്ള ഒരു സിസ്റ്റത്തെ സർക്കാർ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള സിസ്റ്റം മാത്രമാണ് അത് നടത്താവൂ എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ചില കുടുംബക്ഷേത്രങ്ങൾ ഒഴികെ. കറക്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സ്റ്റേറ്റിന്റെ റോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ അസാമിലെ അസംബ്ലിയിലൊരു ഡിസിഷൻ അവിടെ നിന്നാണ് തുടങ്ങി വെച്ചത്. തീരുമാനം അവിടെ നിന്ന് എടുത്ത് നമ്മൾ വന്ന അസാമിന്റെ ഒരു കാസിമാരുടെ കല്യാണം നടത്തുന്ന റൈറ്റ് എടുത്തു കളഞ്ഞ് രജിസ്ട്രേഷൻ കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ മാതിരി സമയം ഈ എല്ലാ റിലീജിയൻ ഇപ്പൊ മുസ്ലിംസിന് മാത്രം കൊടുക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച ഹിന്ദുക്കൾക്കും കൊടുക്കണം. കാലത്ത് 2 മണിക്കൂർ നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നാൽ മതി. ശനിയാഴ്ച നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നാൽ മതി. അത് സമ്മതിക്കുമോ? സമ്മതിക്കില്ല, അത് പറ്റില്ല. അത് ശരിക്കും. അല്ലെങ്കിൽ നാളെ ശബരിമല വന്നു, ശബരിമല സീസൺ ആ സമയത്ത് മണ്ഡലകാലത്ത് ഈ ആരെങ്കിലും ശബരിമല പോകുന്ന ആൾക്കാർ പറയും ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങണം. ഇത് ഈ റംസാന്റെ സമയത്ത് കാണാം, ഇഫ്താറിന് വേണ്ടിയിട്ട് ഇവർക്ക് 4 മണിക്കാണ് പെർമിഷൻ കൊടുക്കില്ല. അങ്ങനെ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞ മാതിരി വേറൊരു റിലീജിയൻ വന്ന് ഇത് ഒബ്ജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് വേഗം തുടങ്ങും. അപ്പം 8 മണിക്ക് തുടങ്ങി 4 മണിക്ക് ഫിനിഷ് ചെയ്യും. പക്ഷെ ഒരു റിലീജിയന് മാത്രം, അത് അസാം നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഹിമന്ത ബിശ്വ ശർമ്മ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, വന്നത് കോൺഗ്രസ് ഫാമിലി എന്നാണ്, ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. രാഹുൽ ഗാന്ധി പട്ടിക്കിട്ട് കൊടുത്ത ബിസ്ക്കറ്റ് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ദേഷ്യത്തിൽ ഇറങ്ങി വന്ന ആളാണ് ആ പാർട്ടി. അപ്പൊ നമ്മളതൊന്നും മറക്കരുത്. ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ അസാമിൽ കൊണ്ടിരുന്ന മൂവിനെ അസാമിലെ അവിടെയുള്ള ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ ബദ്രുദ്ദീൻ കമാലിന്റെ പാർട്ടി തന്നെ ഈ ഫെസിലിറ്റി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സമയം വെള്ളിയാഴ്ച ഞങ്ങൾ പൊക്കോണ്ട്, പക്ഷെ നിങ്ങൾ അസംബ്ലിയുടെ സെഷൻ വെട്ടിക്കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും സർ, ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, വിശ്വാസങ്ങളും അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ രീതികളൊക്കെ പിന്തുടരാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷെ അത്തരത്തിൽ പിന്തുടരുന്ന സമയത്തും ഒരു മതവിഭാഗത്തെ മാത്രമായി ഒരു പരിഗണനയുമില്ല. പരിഗണിക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുക എന്നതാണ് ആസാം നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃക എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.